അടുത്തത് നമുക്ക് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് ഓർ ഫംഗ്ഷൻ, ഓർ യൂസിങ് നാൻഡ് ഗേറ്റ്സ്. അപ്പോൾ അത് ബൂളിയൻ എക്സ്പ്രഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് സർക്യൂട്ട് ഡിസൈനിങ് എന്നുള്ളതിൻ്റെ ഒരു പ്രാരംഭമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. സർക്യൂട്ട് എങ്ങനെയാണ്, 2 നാൻഡ് ഗേറ്റ് തുടക്കത്തിൽ, രണ്ടും നമ്മൾ നേരത്തെ ചെയ്ത നോട്ട് ഗേറ്റ് പോലെ ഇൻപുട്ട്സ് ഷോർട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ആദ്യത്തെ നാൻഡ് ഗേറ്റിൽ നമ്മൾ എ കൊടുക്കുന്നു, ഇൻപുട്ട് എ കൊടുക്കുന്നു, 2 ഇൻപുട്ട്സും കൂടെ ഷോർട്ട് ചെയ്തിട്ട് അതിലേക്ക് എ കൊടുക്കുന്നു. രണ്ടാമത്തെ നാൻഡ് ഗേറ്റിൻ്റെ 2 ഇൻപുട്ടും കൂടെ ഷോർട്ട് ചെയ്തിട്ട് അതിലേക്ക് ബി കൊടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇതൊരു നോട്ട് ഗേറ്റായിട്ടാണ് ഈ നാൻഡ് ഗേറ്റും മറ്റൊരു നോട്ട് ഗേറ്റായിട്ടാണ് ഈ നാൻഡ് ഗേറ്റും വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എ ബാർ കിട്ടും, ഇവിടെ ബി ബാർ കിട്ടും. ഇത് രണ്ടും കൂടെ നമ്മൾ വീണ്ടും ഒരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കും. മൂന്നാമത് ഒരു ഐ സിക്കകത്ത് 4 നാൻഡ് ഗേറ്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ഐ സി കൊണ്ട് തന്നെ ഈ എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ഇൻപുട്ട്സ് ഈ രീതിയിലാണ് 2 നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ഈ 2 നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട്, അപ്പോൾ 2 ഔട്ട്പുട്ട്സ് ഉണ്ടാവും, അത് മൂന്നാമത്തെ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യണം. നമുക്ക് അവിടെ നിന്ന് ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ ഓർ ഗേറ്റിൻ്റെ കിട്ടുന്നത് പോലെയുള്ള ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ പിൻ നമ്പർ കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഗേറ്റാണ് അങ്ങനെ ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും പിന്നുകൾ ഷോർട്ട് ചെയ്യണം, മൂന്നാമത്തെ പിന്നിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കണം. അതുപോലെ രണ്ടാമത്തെ ഗേറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ 4ഉം 5ഉം ഷോർട്ട് ചെയ്യണം, അവിടെ നമുക്ക് 6ാമത്തെ പിന്നിൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ എന്നിട്ട് മൂന്നാമതൊരു നാൻഡ് ഗേറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 8ാമത്തെ പിന്നാണ്, 9ഉം 10ഉമാണ് ഇൻപുട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഡയഗ്രാം സംശയമുള്ളവർ ഇൻറ്റേർണൽ ഡയഗ്രാം കൂടെ നോക്കിക്കോണം. മൂന്നാമത്തെ ഗേറ്റിൻ്റെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത് 9ഉം 10ഉം, ഔട്ട്പുട്ട് 8th പിന്നും. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 3ൽ നിന്ന് കിട്ടുന്നത് മൂന്നാമത്തെ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് ടെർമിനലിലേക്ക് ആയതുകൊണ്ട് നമ്മൾ 9ലേക്ക് കണക്ട് ചെയ്യും. രണ്ടാമത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 6ൽ കിട്ടുന്നത് നമുക്ക് ഈ മൂന്നാമത്തെ ഗേറ്റിൻ്റെ രണ്ടാമത്തെ ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്, അതുകൊണ്ട് നമ്മൾ 10ലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ 6 നമ്മൾ 10ലേക്ക് കണക്ട്. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ വയർ ചെയ്താൽ മതി. 8ൽ നിന്നാണ് ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുന്നത്? എ എന്ന് പറയുന്നത് ഇവിടെ എ ബാർ വരും, ബി എന്ന് പറയുന്നത് ഈ ഗേറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ബി ബാർ ആവും, അത് രണ്ടും കൂടെ ഈ നാൻഡ് ഗേറ്റിലേക്ക് വരും. ഈ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത് എ ബാറും ബി ബാറും ഇവിടെ എത്തും. എ ബാറും ബി ബാറും കൂടെ ഈ നാൻഡ് ഗേറ്റ് എന്ത് ചെയ്യും? നാൻഡ് ഗേറ്റ് ഈ 2 ഇൻപുട്ടിനെയും കൂടെ നാൻഡ് ചെയ്ത് ഔട്ട്പുട്ടിൽ വരും. നാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എ ബാർ ബി ബാർ അതിനെ ആൻഡ് ചെയ്തിട്ട് ഒരു ഇൻവേർഷൻ, അപ്പോൾ ദ ഹോൾ ബാർ, എ ബാർ ബി ബാർ ഹോൾ ബാർ എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതിനെ നമുക്ക് ബൂളിയൻ ആൾജിബ്ര ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? എ ബാർ ബി ബാർ, ഈ മുകളിലുള്ള ബാറിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഓർ ഫംഗ്ഷൻ ആക്കി ചെയ്തു. എ ഡബിൾ ബാർ ഓർ ബി ഡബിൾ ബാർ. ഇത് രണ്ടും കൂടെ നമുക്ക് ഈ 2 ക്വാണ്ടിറ്റീസ് ഓർ ചെയ്യുന്ന ഫലമായിരിക്കും നമുക്ക് കിട്ടുന്നത്. എ ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എ ബാർ, അതായത് എയുടെ കോംപ്ലിമെൻറ്റ് അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. ഓർ ഇങ്ങനെയാണ് നമുക്ക് ഇത് ഒരു ഓർ ഗേറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. എ ബാർ ബി ബാർ ഇത് രണ്ടും കൂടെ നാൻഡ് ചെയ്യും. നാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആൻഡ് ചെയ്തിട്ട് ഒരു ഇൻവേർഷൻ. അതിന് നമുക്ക് ബൂളിയൻ എക്സ്പ്രഷൻ, ബൂളിയൻ ആൾജിബ്ര ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഈ രീതിയിൽ ഇവിടുത്തെ എ ബാർ എന്ന് പറയുന്നതും ബി ബാറും മുകളിലുള്ള ഇൻവേർഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ ഓർ ചെയ്യുന്നതായിട്ട് എഴുതാൻ പറ്റും ബൂളിയൻ എക്സ്പ്രഷൻ വെച്ചിട്ട്. ഈ എ ഡബിൾ ബാർ എന്ന് പറയുന്നത് എ തന്നെയാണ്, ബി ബാർ അതിൻ്റെ വീണ്ടും ഒരു ബാർ വീണ്ടും ഇൻവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബി ആവും. അപ്പോൾ എ ഓർ ബി എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ ഒരു ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണോ അതുപോലെ ഔട്ട്പുട്ട് കിട്ടും. 2 ഇൻപുട്ട് എയും ബിയും, ഔട്ട്പുട്ട് വൈ. എ ബി ഔട്ട്പുട്ട് വൈ. 0 0 0 1 1 0 1 1. നമുക്കിനി വയറിങ് ചെയ്യാം.
7400 വെച്ചിട്ടുണ്ട്. വലിയ ഐസി മതി, കാരണം 3 ഗേറ്റേ ഉള്ളൂ ഈ സർക്യൂട്ട് ചെയ്യാനായിട്ട്. 3 ഗേറ്റ് മതി. 14th പിന്ന് VCCയിൽ കണക്ട് ചെയ്തു, 7 ഗ്രൗണ്ട് ചെയ്തു. ഇനി എന്താണ്, 1ഉം 2ഉം പിന്നുകൾ ഷോർട്ട് ചെയ്തിട്ട് ഇൻപുട്ട് എ കൊടുക്കണം. 1ഉം 2ഉം തമ്മിൽ കണക്ട് ചെയ്ത് ഷോർട്ട് ചെയ്തു. അവിടെ നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് കൊടുക്കണം, എ എന്ന് പറയുന്ന ഇൻപുട്ടിലേക്ക് കൊടുക്കും. 1ഉം 2ഉം കൂടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന വയർ 1ൽ കൊടുത്താലും 2ൽ കൊടുത്താലും സെയിം എഫക്റ്റ് തന്നെയാണ്. 1ൽ കൊടുത്താലും മതി, 2ൽ കൊടുത്താലും മതി. അത് ഫസ്റ്റ് ഇൻപുട്ടായിട്ട് കൊടുത്തു. അടുത്ത 4ഉം 5ഉം കൂടെ ഷോർട്ട് ചെയ്യണം. 4ഉം 5ഉം കൂടെ ഷോർട്ട് ചെയ്തിട്ട് അവിടേക്കാണ് നമ്മൾ ബി എന്ന് പറയുന്ന രണ്ടാമത്തെ ഇൻപുട്ട് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ഇൻപുട്ട് ഇത് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യം ബേസിക് ഗേറ്റ്സ് വയർ ചെയ്തതുപോലെ അല്ല, മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് വയേഴ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഒരു കണക്ഷൻസും മിസ് ചെയ്യാതെ എല്ലാ കണക്ഷൻസും കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തിയാണ് മുമ്പോട്ട് പോകാനായിട്ട്. ഈ എൻഡിൽ നിന്നാണ് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. 1ഉം 2ഉം ഷോർട്ട് ചെയ്തു, അവിടെ നിന്ന് എ എന്ന് പറയുന്ന ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തു. 4ഉം 5ഉം ഷോർട്ട് ചെയ്തു, അവിടെ നിന്ന് ബി എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തു. ഇനി 3ൽ നിന്ന് എടുത്ത് 9ലേക്ക് കൊടുക്കണം. കൗണ്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോരുത്. 3ൽ നിന്നെടുത്ത് 8 ഇവിടെയാണ്, 9ലേക്ക് കൊടുത്തു. 3ൽ നിന്ന് 9ലേക്ക് കൊടുത്തു. 6ൽ നിന്നും 10ലേക്ക്, ഡയഗ്രം നോക്കിയാൽ അറിയാം. 6ൽ നിന്നും 10ാമത്തെ പിന്നിലേക്ക് കൊടുത്തു. ഔട്ട്പുട്ട് എവിടെ നിന്നാണ്? ഇവിടെ നീല വയർ ഔട്ട്പുട്ട് കൊടുത്തു. നീല വയർ വരുന്നത് ഔട്ട്പുട്ട് കൊടുക്കേണ്ടത് 8ലേക്ക്. 8ൽ നിന്നാണ് ഔട്ട്പുട്ട്. അപ്പോൾ 14 ഗ്രൗണ്ട് VCC ഗ്രൗണ്ടായി. 1ഉം 2ഉം ഷോർട്ട് ചെയ്തിട്ട് അവിടേക്ക് എ എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തു. 4ഉം 5ഉം ഷോർട്ട് ചെയ്തിട്ട് അവിടത്തേക്ക് ബി എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തു. 3ൽ നിന്നെടുത്ത് 9ലേക്ക് കൊടുത്തു, 9ലേക്ക് കൊടുത്തു. 6ൽ നിന്നെടുത്ത് 10ലേക്ക് കൊടുത്തു. 8 എന്ന് പറയുന്ന ഔട്ട്പുട്ട് എടുത്ത് ഔട്ട്പുട്ട് LED കൊടുത്തു. നമുക്ക് ഓൺ ചെയ്യാം. ആദ്യം വരുന്നത് 0 0 ആണ്. ട്രൂത്ത് ടേബിളിലെ ഫസ്റ്റ് ലൈനാണ് 0 0. ഔട്ട്പുട്ട് 0 ആണ്. 0 1 ഇതാ ഔട്ട്പുട്ട് 1 ആയിട്ടുണ്ട്. ആദ്യത്തെ കേസ് 0, രണ്ടാമത്തെ കേസ് 1. ഇനി A1ഉം B0. അപ്പോഴും ഔട്ട്പുട്ട് 1 തന്നെയാണ്. രണ്ടും 1, ഔട്ട്പുട്ട് 1. ഒന്നുകൂടെ നോക്കാം. 0 0 0 0 1 1 1 0 1 1 1 1. അപ്പോൾ നമുക്ക് ഓർ ഗേറ്റ് ഇതിൻ്റെ ട്രൂത്ത് ടേബിളാണ് കിട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം. ഒരു 3 നാൻഡ് ഗേറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ്സ് ആണ്. 2 ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന നാൻഡ് ഗേറ്റുകളാണെങ്കിൽ നമുക്ക് 2 ഇൻപുട്ടുള്ള ഒരു ഓർ ഗേറ്റ് അത് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നാൻഡ് ഗേറ്റ് വെച്ച് നോട്ട് ഗേറ്റ് ചെയ്തു, നാൻഡ് ഗേറ്റ് വെച്ച് ആൻഡ് ഗേറ്റ് ചെയ്തു, നാൻഡ് ഗേറ്റ് വെച്ച് ഓർ ഗേറ്റ് ചെയ്തു. ഇതിനെ നമുക്ക് ഇനി നോർ ഗേറ്റ് ആക്കണമെങ്കിൽ നാൻഡ് ഗേറ്റ് വെച്ച് നമുക്ക് നോർ ഗേറ്റും ചെയ്യാൻ പറ്റും. ഇവിടെ ഔട്ട്പുട്ടിൽ ഒരു നാൻഡ് ഗേറ്റ് നോട്ട് ഗേറ്റ് പോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നോർ ഗേറ്റായിട്ട് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ ഓർ ഗേറ്റാണ്. ഓർ ഗേറ്റിനെ നോർ ഗേറ്റ് ആക്കണമെങ്കിൽ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് ഗേറ്റ് കൂടെ കണക്ട് ചെയ്താൽ മതി. ആ നോട്ട് ഗേറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഒരു നാൻഡ് ഗേറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്നുകൂടെ ഇൻവേർഷൻ കഴിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കതൊരു നോർ ഗേറ്റിന് ഇക്വലൻ്റ് ആവും. നമുക്ക് അടുത്ത സർക്യൂട്ടിലേക്ക് പോകാം.